നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ. ആറാട്ടുപുഴ ശ്രീ ശാസ്താ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിസാന്ദ്രം. ആസ്വാദകരുടെ മനം നിറയെ പെയ്തിറങ്ങി പഞ്ചരത്ന കീർത്തനലാപനവും പഞ്ചാരിമേളവും. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള വല്ലച്ചിറ ഭഗവാൻ ഭഗവതി ക്ഷേത്രത്തിൽ പത്രിക പുറത്തിറക്കി. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ആനയൂട്ട് എന്നിവയുടെ പത്രികയാണ് പ്രകാശനം ചെയ്തത്. തെരുവ് നായ്ക്കളുടെ എണ്ണം നിയന്ത്രിക്കുന്ന അനിമൽ ബർത്ത് കൺട്രോൾ പദ്ധതി തയ്യാറാക്കാൻ പാറളം പഞ്ചായത്ത് സർവകക്ഷി യോഗം തീരുമാനിച്ചു. നായ്ക്കളെ വളർത്തുന്നവർക്ക് ലൈസൻസ് നിർബന്ധമാക്കാനും തീരുമാനം. വാർത്തകൾ വിശദമായി. ആറാട്ടുപുഴ ശ്രീ ശാസ്താ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിസാന്ദ്രം. ആസ്വാദകരുടെ മനം നിറയെ പെയ്തിറങ്ങി പഞ്ചരത്ന കീർത്തനാലാപനവും പഞ്ചാരിമേളവും. ആറാട്ടുപുഴ ശ്രീ ശാസ്താ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവ ദിനമായ ബുധനാഴ്ച രാവിലെ 5 മണിക്ക് താന്ത്രിക ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് 5:15 ചുറ്റുവിളക്ക് സമർപ്പണം നടത്തി. രാവിലെ 8 മണിക്ക് നടന്ന പഞ്ചകീർത്തനാലാപനം ക്ഷേത്രാങ്കണത്തെ സംഗീത സാന്ദ്രമാക്കി. തൃശൂർ രാമകൃഷ്ണൻ മാസ്റ്ററും സംഘവുമാണ് പഞ്ചരത്ന കീർത്തനാലാപനം നയിച്ചത്. പഞ്ചരത്ന കീർത്തനാലാപനത്തിന് ശേഷം രാവിലെ 9 മുറജപത്തോടുകൂടിയുള്ള കളഭാഭിഷേകവും തുടർന്ന് ശ്രീഭൂതബലിയും നടന്നു. രാവിലെ 10 മണിക്ക് ചോറ്റാനിക്കര കാവ്യ എസ് മേനോൻ നയിച്ച സോപാന സംഗീതം അരങ്ങേറി. തുടർന്ന് ഭക്തർക്ക് പ്രസാദൂട്ട് വിതരണം നടന്നു. വൈകിട്ട് 3 നടന്ന എഴുന്നള്ളിപ്പിൽ 5 ഗജവീരന്മാർ അണിനിരന്നു. പഴുവിൽ കുമാരാർ നയിച്ച പഞ്ചാരിമേളം എഴുന്നള്ളിപ്പിന് അകമ്പടി തീർത്തു. പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായി കൂട്ടപ്പറ നിറയ്ക്കൽ സമർപ്പണവും നടന്നു. വൈകിട്ട് 5:30 ചുറ്റുവിളക്ക് സമർപ്പണം നടത്തി. നിരവധി ഭക്തരാണ് പ്രതിഷ്ഠാദിന മഹോത്സവ ചടങ്ങുകളിൽ പങ്കെടുത്തത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള വല്ലച്ചിറ ഭഗവാൻ ഭഗവതി ക്ഷേത്രത്തിൽ പത്രിക പുറത്തിറക്കി. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ആനയൂട്ട് എന്നിവയുടെ പത്രികയാണ് പ്രകാശനം ചെയ്തത്. ക്ഷേത്രമൂരാളൻ അനിയൻ നമ്പൂതിരിപ്പാട് പത്രിക പ്രകാശന കർമ്മം നിർവഹിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ സുരേഷ് കുമാർ ആദ്യ പത്രിക ഏറ്റുവാങ്ങി. വല്ലച്ചിറ ദേവസ്വം ഓഫീസർ KS മഞ്ജുഷ് അധ്യക്ഷനായി. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമാപ്രകാശൻ മുഖ്യാതിഥിയായി. നമ്മളുടെ കർക്കിടക മാസം നാളെയും കൂടി കഴിഞ്ഞാൽ ആരംഭിക്കാൻ പോവാണ്. ആ കർക്കിടക മാസത്തിൽ നടത്തുന്ന വിശേഷാൽ പൂജകൾ വളരെ അതിമനോഹരമായി എല്ലാ വർഷവും നടത്തിപ്പോരുന്നതാണ്. അതുപോലെ തന്നെ ഈ വർഷവും നല്ല രീതിയിൽ നടത്തുന്നു. ഇന്നത്തെ പ്രതിഷ്ഠാ ദിനവും വളരെ മഹോത്സവമായിട്ട് തന്നെ ഈ വല്ലച്ചിറക്കാർ അതിനെ ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ നടത്തിപ്പോരുകയാണ്. എല്ലാ വർഷവും ഇത്തരത്തിൽ ഇവിടെ നടത്താറുണ്ട്. അതിന് പ്രത്യേകം നമ്മുടെ വല്ലച്ചിറയോട് ഞാൻ എല്ലാവരോടും പ്രത്യേകം എൻ്റെ നന്ദിയും കൂടി പ്രകാശിപ്പിക്കുകയാണ് ഈ അവസരത്തിൽ. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ബിന്ദു കൃഷ്ണൻകുട്ടി, ജയരാജ് നടുവിൽ, അനിത ശൈലേന്ദ്രൻ, മറ്റു ക്ഷേത്രങ്ങളിലെ ഉപദേശക സമിതി അംഗങ്ങൾ, ദേവസ്വം ജീവനക്കാർ, ഭക്തജനങ്ങൾ എന്നിവർ പത്രിക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു. കർക്കിടക മാസത്തിലെ പ്രത്യേക പൂജകൾക്കും ചടങ്ങുകൾക്കുമായി വിപുലമായ ഒരുക്കങ്ങളാണ് വല്ലച്ചിറ ഭഗവാൻ ഭഗവതി ക്ഷേത്രത്തിൽ പൂർത്തിയായി വരുന്നത്. ചാർജ് എടുത്തതിന്റെ ഏറ്റവും ആദ്യത്തെ പരിപാടി എന്ന നിലയ്ക്ക് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ഇന്ന് സമിതിയുടെ നേതൃത്വത്തിൽ, അതേപോലെ ഭക്തജനങ്ങളുടെ ഒത്തൊരുമയോട് കൂടിയിട്ട് വളരെ ഭംഗിയായിട്ട് ഇവിടെ നടന്നു വരികയാണ്. ആ ദിവസം തന്നെ ക്ഷേത്രത്തിൽ പതിവായിട്ട് കർക്കിടക മാസത്തിൽ നടത്തി വരാറില്ല ആനയൂട്ട്, അഷ്ടദ്രവ്യ ഗണപതി ഹോമം, അതേപോലെ തന്നെ ഇല്ലനിറ, പുത്തിരി പായസം എന്നീ ചടങ്ങുകളുടെ പ്രകാശന ചടങ്ങാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. തെരുവ് നായ്ക്കളുടെ എണ്ണം നിയന്ത്രിക്കുന്ന ആനിമൽ ബർത്ത് കൺട്രോൾ പദ്ധതി തയ്യാറാക്കാൻ പാറളം പഞ്ചായത്ത് സർവകക്ഷി യോഗം തീരുമാനിച്ചു. നായ്ക്കളെ വളർത്തുന്നവർക്ക് ലൈസൻസ് നിർബന്ധമാക്കാനും തീരുമാനം.
തെരുവ് നായ്ക്കളുടെ ശല്യത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞ ദിവസമാണ് പാറളം പഞ്ചായത്ത് ഭരണസമിതി സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തത്. കോടന്നൂർ കമ്മ്യൂണിറ്റി ഹാളിലായിരുന്നു സർവകക്ഷി യോഗം നടന്നത്. പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത പ്രസന്നൻ യോഗത്തിൽ അധ്യക്ഷയായി. ഈ ഒരു രൂക്ഷമായ തെരുവുനായ്ക്കളുടെ പ്രശ്നം അവതരിപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രധാനമായിട്ട് നമ്മൾ ബ്ലോക്കിൽ മീറ്റിംഗ് നടന്നപ്പോൾ ബ്ലോക്കിലെ 4 പഞ്ചായത്തുകൾ കൂടി ഈ ഒരു പ്രശ്നം ചർച്ച ചെയ്യപ്പെടുകയും അപ്പോൾ ബ്ലോക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്ഥലം കണ്ടെത്തി ഈ നായ്ക്കൾക്ക് ഒരു ഷെൽട്ടർ ഒരുക്കുന്നതിനുള്ള കാര്യം ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നമ്മളത് വളരെ വ്യക്തമായിട്ട് ബ്ലോക്കിനെ അറിയിച്ചിട്ടുണ്ട്. കാരണം നിലവിൽ നമ്മുടെ പഞ്ചായത്തിൽ ഇങ്ങനൊരു സ്ഥലം കണ്ടെത്താനായിട്ട് ഇതുവരെയായിട്ട് നമുക്ക് സാധ്യമായിട്ടില്ല. സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ പഞ്ചായത്തിലൊരു സ്ഥലം കണ്ടെത്തി ഷെൽട്ടർ പണിത് അതിലേക്ക് നായ്ക്കളെ കൊണ്ടുവന്ന് വെറ്റിനറി ഡോക്ടറെ വെച്ച് അതോടൊപ്പം തന്നെ നായ്ക്കൾക്ക് ഫുഡ്, വെള്ളം ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യണ ഒരു രീതിയാണ് നമുക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അതുമായി നമ്മൾ മുന്നോട്ട് പോയതിൻ്റെ ഭാഗമായാണ് നമുക്കൊന്നും സ്ഥലം കണ്ടുപിടിക്കാനായിട്ട് സാധ്യമായിട്ടില്ല. മാത്രമല്ല നമ്മുടെ പഞ്ചായത്തിൽ നായ്ക്കൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ അതുമായിട്ട് നിരവധി പരാതികൾ നമുക്ക് ഓരോ വാർഡുകളിൽ മെമ്പർമാരെടുത്തും അതോടൊപ്പം തന്നെ പഞ്ചായത്തിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ജില്ലാ തലത്തിലായാലും ജില്ലാതല ചർച്ചകളിൽ നമ്മൾ ഇതിൻ്റെ പ്രാധാന്യം വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് മനോജ് അയ്യപ്പത്ത്, പഞ്ചായത്ത് സെക്രട്ടറി രേഖ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, വാർഡ് മെമ്പർമാർ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, വ്യാപാരി വ്യവസായി, സ്കൂളുകൾ, ആരാധനാലയങ്ങൾ എന്നിവയുടെ പ്രതിനിധികൾ, വെറ്ററിനറി ഡോക്ടർ, ആരോഗ്യവകുപ്പ് അധികൃതർ എന്നിവർ സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തു. തെരുവ് നായ്ക്കളുടെ എണ്ണം നിയന്ത്രിക്കാനുള്ള ആനിമൽ ബർത്ത് കൺട്രോൾ എന്ന ABC പദ്ധതി വയ്ക്കാൻ സർവകക്ഷി യോഗത്തിൽ തീരുമാനമായി. കൂടാതെ നായ്ക്കളെ വളർത്തുന്നവർ ലൈസൻസ് നിർബന്ധമായും എടുക്കണമെന്നതും യോഗത്തിൽ തീരുമാനമായി. ഒരു സാധാരണക്കാരനൊന്നും 5 വർഷമല്ല. കാരണം നമ്മളൊരു പ്രൊഫഷണൽസ് ഒരിക്കലും ഒരു നായനെ ഉപയോഗിക്കാൻ പാടില്ല സുപ്രീം കോടതി പറഞ്ഞു. ഇപ്പം ഇതിൽ ആദ്യം വന്ന ഓർഡറിൽ നമുക്കുണ്ടാകുന്ന റാബിഡായുള്ള നായനമില്ല, അതല്ലെങ്കിൽ എന്തെങ്കിലും ക്യാൻസർ വായിച്ചോ അല്ലെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റാത്ത നായകളൊക്കെ ഇല്ലയെന്ന് പറഞ്ഞു. ഇപ്പോൾ അവസാനം വന്ന ഓർഡറിൽ ഡെമോൺസ്ട്രബിളി ഡേഞ്ചറസ്, ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല. ഡെമോൺസ്ട്രബിളി ഡേഞ്ചറസ് ആയ നായകൾ, അതായത് നമുക്കത് തെളിയിക്കാൻ പറ്റും ആ നായ അപകടകരമായ, അങ്ങനെയാണ് ഞാൻ ആ വാക്യത്തിൽ മനസ്സിലായത്. അങ്ങനെയുള്ള നായയെ കൊല്ലാമെന്നാണ് പറയുന്നത്. അതിനൊരു കമ്മിറ്റിയുടെ പൂർണ്ണമായ രൂപത്തിലേക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഈ 17-ാം തീയതി 3 നിരീക്ഷകന്മാർ ചേർന്നിട്ടൊരു യോഗമുണ്ടെന്ന് പറഞ്ഞിട്ടായിട്ട് ബന്ധപ്പെട്ട ഡിസിഷൻ എടുക്കാനായിട്ട്. അതിന് ഈ കമ്മിറ്റിക്കാരാരെങ്കിലും ഒരു കാര്യത്തിൽ മനസ്സിലാവും, ഒരിക്കലും നമ്മൾ നായനെ കൊല്ലാനും നമുക്ക് സാധ്യമല്ല. നമുക്കൊരു പഞ്ചായത്തിൽ അപകടകരമായി തോന്നുന്ന 1, 2, 3 നായനെ നമുക്ക് ഷൂട്ട് ചെയ്ത് കൊല്ലാൻ പറ്റും. ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള തൃശൂർ മേഖല കുടുംബസംഗമം സംഘടിപ്പിച്ചു. പ്രൊഫസർ C. രവീന്ദ്രനാഥ് MLA കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള തൃശൂർ മേഖല പ്രസിഡന്റ് KO ജെൻസൺ അധ്യക്ഷനായി. കഴിഞ്ഞ അധ്യയന വർഷം SSLC +2 പരീക്ഷകൾ ഉൾപ്പെടെ ഉന്നത വിജയം നേടിയവർ ചടങ്ങിൽ ആദരം ഏറ്റുവാങ്ങി. സംവിധായകൻ പ്രിയനന്ദനൻ, സണ്ണി റിയൽ, സിനി പ്രസാദ്, റസിയ അലി, ജോഷി ഇമ്മട്ടി, ജിനീഷ് കുമാർ, റഹീം കുഴിപ്പുറം, PC ഹൈദ്രോസ്, സുഗിൽദാസ്, സാജു സുരേഷ്, ഷെബിൻ ജോസ്, റാഫി ഫിനക്സ് എന്നിവർ സംസാരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിൽ അണിചേർന്ന് ഭൂമിക റിയൽ എസ്റ്റേറ്റ് അസോസിയേഷൻ അയ്യന്തോൾ ചുങ്കം ടർഫിൽ ഷൂട്ടൌട്ട് മത്സരം ഒരുക്കിയാണ് ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകരുടെ ആവേശത്തിൽ ഭൂമികയും പങ്കാളികളായത്. അയ്യന്തോൾ ചുങ്കം ടർഫിൽ ഭൂമിക റിയൽ എസ്റ്റേറ്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച ഷൂട്ടൌട്ട് മത്സരം തൃശൂർ ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഭൂമിക തൃശൂർ ജില്ലാ പ്രസിഡന്റ് VA രഞ്ജിത്ത് അധ്യക്ഷനായി. സെക്രട്ടറി CK കബീർ, ട്രഷറർ KP പ്രഭാത്, വൈസ് പ്രസിഡന്റുമാരായ ജിജോ നീലങ്കാവിൽ, ജോയ് അഞ്ചേരി, ജോയിന്റ് സെക്രട്ടറിമാരായ VM മോഹനൻ ജോസഫ്, ഡിസ്ട്രിക്ട് കോർഡിനേറ്റർമാരായ PM ശ്രീനിവാസൻ, ജെൻസൺ ആലപ്പാട്ട്, ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് ആനന്ദ് K. ജോസ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, മെമ്പർമാർ എന്നിവർ ഷൂട്ടൌട്ട് മത്സരത്തിൽ പങ്കെടുത്തു. വിശ്വസ്തയോടെ കൂടെ കൂട്ടാവുന്ന സഹായിയായി വേണാട് K. നിധി ലിമിറ്റഡിന്റെ പുതിയ ബ്രാഞ്ച് പഴുവിൽ പ്രവർത്തനം ആരംഭിച്ചു. സ്ഥാപനത്തിന്റെ 6ാമത്തെ ബ്രാഞ്ചാണ് പഴുവിലിൽ തുറന്നിരിക്കുന്നത്.
പഴുവിൽ സെന്ററിൽ ചേക്കുട്ടി സാഹിബ് മെമ്മോറിയൽ ഷോപ്പിംഗ് സെന്ററിന്റെ 1ാം നിലയിലാണ് വേണാട് കെ നിധി ലിമിറ്റഡിന്റെ 6ാമത്തെ ബ്രാഞ്ച് പ്രവർത്തനം തുടങ്ങിയത്. ഗീതാ ഗോപി MLA സ്ഥാപനത്തിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ വ്യക്തികളും അത്യാവശ്യം കഴിവും ഒരു ജോലി സംബന്ധമായിട്ടുള്ള ഏത് പ്രൊഫഷൻ തീരുമാനിക്കണമെന്ന് നല്ല രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതാണ്. എന്നാൽ സാമ്പത്തികമായി നമുക്ക് ചില പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന സന്ദർഭങ്ങളിലാണ് നിധി പോലുള്ള ഫിനാൻസ് നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്നത്. ഇന്ന് 6ാമത്തെ ഓഫീസാണ് നമ്മൾ ഇവിടെ ഇനോഗ്രേഷൻ ചെയ്യുന്നത്. ഇന്നലെ മാളയിൽ നിങ്ങളുടെ ഒരു ഓഫീസ് ഗോൾഡ് ലോൺ നൽകുന്നതിനുപരി ചെറുകിട സംരംഭ തൊഴിൽ ലോണുകളും ഇവിടെ നൽകുന്നു എന്ന് പറയുന്നത് പ്രാദേശിക തലത്തിലുള്ള ജനങ്ങൾക്കും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഒരു ജോലി, ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ഒരു തൊഴിൽ സംവിധാനം നടത്താൻ നിങ്ങളുടെ അരികിലെത്തുമ്പോൾ അവർക്ക് മിതമായ രീതിയിലുള്ള തൊഴിൽ ലോണുകളൊക്കെ നൽകി സഹായിക്കാൻ നിധി പോലുള്ള ഫിനാൻസ് കമ്പനിക്ക് സാധ്യമാവുന്നത് തന്നെ നല്ലൊരു അഭിനന്ദനീയമായിട്ടുള്ളൊരു കാര്യമാണ്. വേണാട് കെ നിധി ലിമിറ്റഡ് ഡയറക്ടർ ബി ചന്ദ്രകുമാർ അധ്യക്ഷനായി. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷില്ലി ജിജുമോൻ, വാർഡ് മെമ്പർ റാഫി, വ്യാപാരി വ്യവസായ ഏകോപന സമിതി പഴുവിൽ യൂണിറ്റ് പ്രസിഡന്റ് ഷാജഹാൻ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജ്മൽ ഷെരീഫ്, വേണാട് കെ നിധി ലിമിറ്റഡ് ഗ്രൂപ്പ് ഡയറക്ടർമാരായ PK ഹരി, വിനീത് വിൻസെന്റ്, കുടുംബാംഗങ്ങൾ, ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. KSRTC ബസ്സിലെ പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്രയ്ക്ക് പെരിങ്ങോട്ടുകരയിൽ സ്വീകരണവുമായി കോൺഗ്രസ് പ്രവർത്തകർ. കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയാണ് പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്രയ്ക്ക് സ്വീകരണം നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വാഗ്ദാന പ്രകാരമുള്ള പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര ഒരു മാസം പിന്നിടുന്ന ഘട്ടത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരണവുമായി എത്തുന്നത്. ബുധനാഴ്ച രാവിലെ 6:30 പെരിങ്ങോട്ടുകര നാലുംകുടിയ സെന്ററിൽ പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്രയ്ക്ക് സ്വീകരണമൊരുക്കി. തൃശൂർ, പാലക്കൽ, അമ്മാടം, ചാഴൂർ, പെരിങ്ങോട്ടുകര, ചെമ്മാപ്പള്ളി, തൃപ്രയാർ വഴി രാവിലെ എറണാകുളം റൂട്ടിൽ സർവീസ് നടത്തുകയായിരുന്നു പ്രിയദർശിനി ബസ്. ഡ്രൈവർ രാജു ബേബി, കണ്ടക്ടർ ജിജോ മോഹൻ എന്നിവരെയും കോൺഗ്രസ് താന്യം മണ്ഡലം പ്രസിഡന്റ് ആന്റോ തുറയൻ ഷാൾ അണിയിച്ചു മധുരം സമ്മാനിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് ട്രഷറർ VK പ്രദീപ, CMP ജില്ലാ കമ്മിറ്റി മെമ്പർ PB രമേശ്, കോൺഗ്രസ് നേതാക്കളായ സിദ്ദിഖ് കൊളത്തേക്കാട്ട്, KN വേണുഗോപാൽ, സജീവൻ ഞാറ്റുവെട്ടി, ഷിബിത സലീഷ്, രേണുക റിജു, സക്കീന റസാഖ്, ഗോപാലകൃഷ്ണൻ, വിൻസെന്റ് കുണ്ടുകുളങ്ങര, നിസാർ കുമ്മം കണ്ടത്ത്, രമേശ് കീഴുപ്പിള്ളിക്കര, രാജൻ ചെറിയയ്യപ്പൻ, തിലകൻ, സലീഷ് കരിപ്പാറ എന്നിവർ പങ്കെടുത്തു. യുവാക്കൾക്കും കുട്ടികൾക്കും മാരക ലഹരിമരുന്നായ MDMA വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണി മതിലകം പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അഴീക്കോട് കൊട്ടിക്കൽ സ്വദേശി മുടവൻകാട്ടിൽ വീട്ടിൽ അൻഷാദ്. ഇക്കഴിഞ്ഞ 11 ശനിയാഴ്ച മതിലകത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന കരൂപ്പടന്ന സ്വദേശി ഇൻസമാമുൽ ഹഖ്, മതിലകം കൊട്ടേക്കാട്ട് വീട്ടിൽ മുഹമ്മദ് അനസ് എന്നിവർ പിടിയിലായിരുന്നു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീമുദ്ദീന്റെ നേതൃത്വത്തിലുള്ള തൂഫാൻ സ്പെഷ്യൽ സ്ക്വാഡും മതിലകം പോലീസും ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. NDPS നിയമത്തിന് പുറമെ ബാലനീതി നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പും ചുമത്തി അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു. ഈ കേസിൽ നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിൽ പ്രതികൾക്ക് MDMA എത്തിച്ചു നൽകിയത് കഴിഞ്ഞ ദിവസം പിടിയിലായ അൻഷാദാണെന്ന് കണ്ടെത്തി. ഇതേ തുടർന്നാണ് ലഹരിമരുന്ന് വിതരണ ശൃംഖലയിലെ പ്രധാന കണ്ണിയായ അൻഷാദിനെ അറസ്റ്റ് ചെയ്തത്. തൂഫാൻ സ്പെഷ്യൽ സ്ക്വാഡ് SI CR പ്രദീപ്, ASI IR ലിജു, സീനിയർ CPO CK ബിജു, CPO സുർജിത്ത് സാഗർ, മതിലകം SI നസിയ M സാഹിബ്, ASI പ്രജീഷ്, ഗ്രേഡ് സീനിയർ CPO പ്രബിൻ, ഷനിൽ എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പ്രതി അൻഷാദിനെ പിടികൂടിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. കയ്പമംഗലം ചളിങ്ങാട് അമ്പലനട പ്രദേശത്ത് കാട്ടുപന്നിയെ കണ്ടെത്തി. ജനവാസ മേഖലയോട് ചേർന്ന സ്ഥലത്താണ് കാട്ടുപന്നിയെ കണ്ടത്. കാട്ടുപന്നി സമീപത്തെ പറമ്പുകളിലും റോഡിലൂടെയും അലഞ്ഞു നടക്കുകയാണ്. ഇതോടെ പ്രദേശവാസികളിൽ ആശങ്ക പരന്നിരിക്കുകയാണ്. അധികൃതർ അടിയന്തരമായി സ്ഥലത്തെത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. പാലക്കൽ സ്വദേശി വടക്കേതല ഔത്തൂട്ട് വീട്ടിൽ പരേതനായ പോൾ ഭാര്യ മേരി നിര്യാതയായി. 76 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10 പാലക്കൽ സെന്റ് മാത്യൂസ് പള്ളി സെമിത്തേരിയിൽ നടക്കും. ലീന,
ജോജോ പോൾ, ലിൻസി എന്നിവർ മക്കളും ജോൺ, സിജി, ഷാജു എന്നിവർ മരുമക്കളുമാണ്. അവണിശ്ശേരി വട്ടമാവ് സ്വദേശി മേപ്പുറത്ത് വീട്ടിൽ രാജൻ ഭാര്യ രാധ നിര്യാതയായി. 69 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച വൈകിട്ട് വടൂക്കര ശ്രീനാരായണ സമാജം ശ്മശാനത്തിൽ നടന്നു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,160 രൂപ, പവന് 1,05,280 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആറാട്ടുപുഴ ശ്രീ ശാസ്താ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിസാന്ദ്രം. ആസ്വാദകരുടെ മനം നിറയെ പെയ്തിറങ്ങി പഞ്ചരത്ന കീർത്തനലാപനവും പഞ്ചാരിമേളവും. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള വല്ലച്ചിറ ഭഗവാൻ ഭഗവതി ക്ഷേത്രത്തിൽ പത്രിക പുറത്തിറക്കി. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ആനയൂട്ട് എന്നിവയുടെ പത്രികയാണ് പ്രകാശനം ചെയ്തത്. തെരുവ് നായ്ക്കളുടെ എണ്ണം നിയന്ത്രിക്കുന്ന അനിമൽ ബർത്ത് കൺട്രോൾ പദ്ധതി തയ്യാറാക്കാൻ പാറളം പഞ്ചായത്ത് സർവകക്ഷി യോഗം തീരുമാനിച്ചു. നായ്ക്കളെ വളർത്തുന്നവർക്ക് ലൈസൻസ് നിർബന്ധമാക്കാനും തീരുമാനം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.